ഈ ട്രിക്സും സെന്റൻസും യൂസ് ചെയ്ത് വൊക്കാബ് അപ്പോൾ പഠിക്കുന്നത് ഇവിടുത്തെ എളുപ്പമാണ് സാർ. ഓപ്ഷൻ എലിമിനേഷൻ PDF ഇംഗ്ലീഷിന്റെ ക്ലാസ്സസ് നല്ല യൂസ്ഫുൾ ആയിട്ട് ജികെയുടെ മെറ്റീരിയൽ നല്ല സ്ട്രക്ചേർഡ് ആയതുകൊണ്ട് ഇംഗ്ലീഷിന്റെ മെമ്മറി ടിപ്സ് ഒക്കെ നല്ല യൂസ്ഫുൾ ആണ്. യെസ്, അപ്പോൾ നിങ്ങൾ കേട്ടതൊക്കെ നമ്മുടെ ട്യൂതർ വിത്ത് ക്രാക്ക് ബാച്ചിലെ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി 2025 നമ്മുടെ CGL ടയർ 1 ക്ലിയർ ചെയ്ത ഒരു ആസ്പിറന്റ് ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പോൾ സെക്ഷണൽ ടൈമർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ റെഗുലർ ആയിട്ട് 120+ നിങ്ങൾ സ്കോർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആയ ഒരു ആസ്പിറന്റ് ആണെന്നുള്ളതാണ്. സോ അവിടെ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾ ടയർ 1 ഫോക്കസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ടയർ 2 വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് മാക്സിമം നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ടയർ 2 കേസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മാർക്ക് ഡിസൈഡ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിൽ ഒന്നാണ് GKയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് സബ്ജക്റ്റും. അതിൽ തന്നെ എസ്പെഷ്യലി ഇംഗ്ലീഷിനുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷേ പലപ്പോഴും നമുക്കറിയാം, ഈ പറഞ്ഞ QA ഒക്കെ ഓൾറെഡി സെറ്റ് ആയിട്ട് ഇങ്ങനെ ആസ്പിറന്റ് ആണെങ്കിൽ പോലും ഇംഗ്ലീഷിന് GKയുടെ കേസിലേക്ക് റിവിഷനൊക്കെ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരിക്കും. സോ അത്തരത്തിൽ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആയ GKയ്ക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷിനുമൊക്കെ സ്പെഷ്യലൈസ്ഡ് റിവിഷൻ ആവശ്യമുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഹാർഡ് കോർ ടയർ 2 ഓറിയന്റഡ് റിവിഷൻ ബാച്ചാണ് നമ്മുടെ ടുഗദർ വിത്ത് ക്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാന്നുള്ളത് കൂടാതെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടയർ 2 ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ GKയുടെയും അതുപോലെ ഇംഗ്ലീഷിന്റെയും സ്കോഴ്സ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സെക്ഷൻ ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ തന്നെ ഇംഗ്ലീഷിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ എല്ലാ ഏരിയസും കവർ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് GKയുടെ കേസിൽ വരുമ്പോഴത്തേക്ക് വളരെ വൈഡ് ആൻഡ് സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. സോ മറ്റൊരു മെറ്റീരിയലിന്റെ ആവശ്യം ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും വേണ്ടി വരില്ല. ആൻഡ് ഇത് കൃത്യമായിട്ട് മാർക്കുകൾ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ടഡ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ബെസ്റ്റ് ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും. അതുപോലെ സെക്ഷണൽ ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടയർ 1 ലൈവ് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ എലിജിബിലിറ്റിയെ കുറിച്ചും മറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും.